2 ദിവസം മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു. അതായത് മെറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ കീഴിലാണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് പോലെയുള്ള കമ്പനികൾ ഉള്ളത്. ഈ മെറ്റ എന്ന് പറയുന്ന കമ്പനി കൃത്രിമത്വം കാട്ടി എന്ന് പറഞ്ഞുകൊണ്ട് 213 കോടി രൂപ ഇന്ത്യയുടെ മത്സര കമ്മീഷൻ, മലയാളത്തിൽ പറഞ്ഞാൽ മത്സര കമ്മീഷൻ പിഴയിട്ടു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നത്. 2021 വാട്സപ്പിന്റെ സ്വകാര്യതാ നയ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മെറ്റ കൃത്രിമത്വം കാട്ടിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ഒരു നടപടി. ഡിജിറ്റൽ വിപണിയിലെ കുത്തക നിലനിർത്താനുള്ള നിയമവിരുദ്ധ ശ്രമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും മത്സരവിരുദ്ധ നടപടികളിൽ നിന്ന് ഒഴിവാകാനും കമ്മീഷൻ മെറ്റയോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇത് വളരെയധികം വാർത്തയാവുകയും ചെയ്തൊരു സംഭവമാണ്. ഇതിന് ശേഷമുള്ള അമേരിക്കയുടെ നടപടികളും, ഒപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഡീപ് സ്റ്റേറ്റിന്റെ വേരുകൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടി ഒരു ധാരണ കിട്ടും. അതായത് നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം വളർന്നു വരുന്ന കമ്പനികളെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് കുത്തക കമ്പനികൾ അടക്കി വാഴുന്നതിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെയൊക്കെ തന്നെ അതിനും വളരാനുള്ള ഒരു അവസരം ഒരുക്കാനും കോമ്പറ്റീഷൻ, ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ മാത്രമായി നിലനിർത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മീഷൻ നിലനിൽക്കുന്നത്. അപ്പോൾ സ്വകാര്യതാ നയം ലംഘിച്ചു എന്ന പരാതിയിൽ ഇപ്പോൾ ഈ മെറ്റ എന്ന് പറയുന്ന കമ്പനിക്കെതിരെയാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വിധി ഉണ്ടാവുന്നത്. ഈ വിധിക്കെതിരായിട്ട് മെറ്റ അപ്പീലിനൊക്കെ പോകാൻ പോകുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളായ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നിവയിലൂടെ ഉപയോക്താക്കളുടെ വ്യക്തി വിവരങ്ങൾ പുറത്തുവിടുന്നതിനായി 2021 സ്വകാര്യതാ നയം വാട്സപ്പ് പുതുക്കിയിരുന്നു. ഈ നയം അംഗീകരിക്കാത്ത ഉപയോക്താക്കൾക്ക് വാട്സപ്പിന്റെ സേവനം ലഭ്യമാക്കില്ല എന്ന് കമ്പനി നിലപാടെടുത്തു. ഇതിനെതിരായിട്ടാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പിഴ ചുമത്തിയിരിക്കുന്നത്. ഈ മെറ്റയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ആദ്യമേ തന്നെ പറയാം. ഡീപ് സ്റ്റേറ്റിന് വിധേയപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ് മെറ്റ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് സക്കർബർഗിനെ പൂർണ്ണമായി കുറ്റം പറയാൻ പറ്റില്ല. അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാകാം ഏതെങ്കിലും സമയങ്ങളിൽ. എന്താണെങ്കിലും ഡീപ് സ്റ്റേറ്റിന് കാര്യമായ സ്വാധീനം മെറ്റയിലുണ്ട്. അത് ഒരു ഘട്ടത്തിൽ നമ്മുടെ സക്കർബർഗ് തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. കാരണം ഗവൺമെന്റിന്റെ പ്രഷറിൽ പലപ്പോഴും തങ്ങൾക്ക് പലതും ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് എന്ന് പരോക്ഷമായിട്ട് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന സമയത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഭരണം ഡീപ് സ്റ്റേറ്റിന്റെ കയ്യിലാണ്. മെറ്റ ആക്ച്വലി ഇന്ത്യയുമായിട്ട് നല്ല ടേംസിലാണ്. ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഗൂഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റ് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും ഇന്ത്യയിൽ അനുവദിക്കുകയില്ല. അക്കാര്യത്തിൽ വളരെ കർക്കശപരമായ നിലപാട് ഇന്ത്യൻ ഗവൺമെന്റിനുണ്ട്. മെറ്റയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ട്രംപിനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ഘട്ടത്തിൽ എന്നേക്കുമായി പുറത്താക്കിയ കമ്പനികളിൽ ഒന്ന് മെറ്റയാണ്. അതായത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതൊക്കെ ഉപയോഗിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തിനെ മെറ്റ വിലക്കിയിരുന്നു. ആ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപ് പരാജയപ്പെട്ട സമയത്ത് ക്യാപിറ്റലിൽ ഉണ്ടായ ഇഷ്യൂസും അതേ തുടർന്ന് ട്രംപിന്റെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ പ്രശ്നങ്ങളും അന്ന് പ്രധാനമായും നടപടി എടുത്തത് മെറ്റയും അതുപോലെ ട്വിറ്ററുമായിരുന്നു. ട്വിറ്ററിനെ പിന്നീട് അതിന്റെ സിഇഒയെ തന്നെ ചവിട്ടി പുറത്താക്കിയിട്ട് തന്ത്രപരമായിട്ട് മസ്ക് വാങ്ങിയത് ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ കാണേണ്ടത്. എന്നാൽ മെറ്റയെ അങ്ങനെ വീഴ്ത്താൻ കഴിയില്ല. മെറ്റ ഡീപ് സ്റ്റേറ്റിന്റെയും ഈ പറയുന്ന ഡെമോക്രാറ്റുകളുടെയും ഒക്കെ സപ്പോർട്ടോടെ നിൽക്കുന്നതാണ്. അതിലുപരിയായിട്ട് ഫേസ്ബുക്കിനും ഇൻസ്റ്റഗ്രാമിനും വാട്സപ്പിനും ഒക്കെ വലിയ സ്വാധീനവുമുണ്ട്. അപ്പോൾ ഈ ഒരു നിലയ്ക്ക് മെറ്റ ഡീപ് സ്റ്റേറ്റിന്റെ ആളെന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ പറ്റില്ലെങ്കിലും നിയന്ത്രണത്തിന് പലപ്പോഴും വിധേയമാവുന്ന ഒരു കമ്പനിയാണെന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമാണ്. അപ്പം മെറ്റയ്ക്കെതിരായിട്ട് ഇന്ത്യ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ അപ്പീൽ പോകാനുള്ള മാർഗങ്ങളുണ്ട്. മെറ്റ അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അപ്പീൽ പോകുന്നതിന് മുമ്പ് മറ്റൊരു കൗതുകമുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വന്നു. ഇന്ത്യ മെറ്റയ്ക്കെതിരെ നടപടി സ്വീകരിച്ചപ്പോൾ ഉടനെ അമേരിക്ക ടാർഗറ്റ് ചെയ്തത് സാക്ഷാൽ ഗൗതം അദാനിയാണ്. ഇവിടെയാണ് ഡീപ് സ്റ്റേറ്റിന്റെയും US-ന്റെയും പങ്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് മുമ്പ് ഇപ്പോൾ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഒരു റിസർച്ച് ഏജൻസി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് അതൊരു തട്ടിക്കൂട്ട് സ്ഥാപനമാണെന്നേ, അങ്ങനെ ഒരു സ്ഥാപനത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് അദാനിക്കെതിരായിട്ടുള്ള ആ ഒരു ഒളിയുദ്ധം ഡീപ് സ്റ്റേറ്റ് തുടങ്ങിയത് അവിടെയാണ്. ജോർജ് സോറസിനും ഡീപ് സ്റ്റേറ്റിനും ഹിൻഡൻബർഗിനും ഒക്കെ ഒരേ കാഴ്ചപ്പാടുകളും അവരെല്ലാം ഒരേ തോണിയിലെ യാത്രക്കാരുമാണ്. അപ്പൊ അവരുടെയൊക്കെ ടാർഗറ്റ് ഇന്ത്യയാണ്. അതിൽ ഇന്ത്യയിലെ പ്രധാനമായ ബിസിനസ് രംഗത്ത് വളരെ വേഗത്തിൽ സമ്പന്നനായി വികസിച്ചു വന്നിരുന്ന അദാനി അവരുടെ ഫസ്റ്റ് ടാർഗറ്റിൽ ഒന്നായതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അദാനിയും അംബാനിയും ഒക്കെ അവരുടെ ടാർഗറ്റ് തന്നെയാണ്. സൗരോർജ പദ്ധതിക്ക് കരാർ ലഭിക്കാൻ ഇന്ത്യൻ സർക്കാരിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തു എന്ന് ആരോപിച്ചുകൊണ്ട് അമേരിക്കയിൽ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിക്കും ഗ്രൂപ്പിലെ മറ്റ് ഉന്നതർക്കുമെതിരെ കേസ് എടുക്കുകയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുകയാണ്.
ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ വലിയ രീതിയിലുള്ള സമ്മർദ്ദം നേരിടുകയാണ്. വ്യാപാരം തുടങ്ങിയ ആദ്യ മിനിറ്റിൽ തന്നെ ഒട്ടുമിക്ക അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരികളും തകർന്നടിഞ്ഞു. പോണ പോക്കിൽ ട്രംപിനിട്ടൊരു പണിയെന്ന നിലയ്ക്കാണ് ഈ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാനുള്ള അനുമതി യുക്രൈന് ബൈഡൻ നൽകുന്നത്. ഇപ്പോഴിതാ ഗൗതം അദാനിക്കിട്ട് ഒടുക്കത്തൊരു പണി അറസ്റ്റ് വാറന്റിന്റെ രൂപത്തിൽ നൽകിയിരിക്കുന്നു. ഇതിലൂടെ ഹിൻഡൻബർഗ് റിസർച്ചിന്റെ റിപ്പോർട്ട് വന്ന സമയത്ത് എങ്ങനെ അദാനിയുടെ ഓഹരികൾ ഇടിഞ്ഞോ ആ നിലയ്ക്ക് ചിലപ്പോൾ ഓഹരികൾ ഇടിയാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും പറയേണ്ട മറ്റൊരു കാര്യം, പാർലമെന്റ് സമ്മേളനം നടക്കാൻ പോവുകയാണ്. പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തെ അടിക്കാനുള്ള ഒരു വടി കൂടിയാണ് ഡെമോക്രാറ്റുകൾ അഥവാ ഡീപ് സ്റ്റേറ്റ് ഇപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിനുള്ളിൽ ഇട്ടുകൊടുത്തിരിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഏറ്റവും അധികം ആക്രമിക്കുന്ന വ്യക്തികളിലൊന്ന് അദാനിയാണ്. മോദിയും അദാനിയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തിന് നേരെ നിരന്തരമായിട്ട് പ്രതിപക്ഷം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടുതൽ കരുത്തേകുന്ന ഒരു സംഭവം കൂടി അമേരിക്ക എടുത്തിട്ട് കൊടുക്കുകയാണ്. ഇത് യുഎസിന്റെ പ്ലാൻ ആണെന്ന് ഞാൻ പറയാൻ കാരണം, നേരത്തെ ജസ്റ്റിൻ ട്രൂഡോ നിജാർ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ മേൽ ആരോപണം ഉന്നയിച്ചു. പക്ഷെ തെളിവൊന്നുമില്ല. ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങളും മറുപടികളും വന്നതോടെ 5 ഐസിന്റെ ഉള്ളിൽ പോലും ട്രൂഡോയുടെ ആരോപണത്തെക്കുറിച്ച് ചില സംശയങ്ങൾ, ഓസ്ട്രേലിയയും ബ്രിട്ടനും പോലും ചില സംശയങ്ങൾ ഉയർത്തുന്ന സ്ഥിതി ഉണ്ടായി. മാത്രമല്ല ലോകം പൂർണ്ണമായും ട്രൂഡോ പറയുന്നത് വിശ്വസിക്കാത്ത സ്ഥിതി വന്നു. കാനഡയ്ക്കുള്ളിൽ തന്നെ ട്രൂഡോയ്ക്കെതിരായിട്ടുള്ള ഒരു ശക്തമായ ഒരു ജനകീയ വികാരം വന്നു. ആവശ്യമില്ലാതെ ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ബന്ധം മോശമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ട്രൂഡോയുടെ ഈഗോയാണ് കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്ന സമയത്താണ് അമേരിക്കയുടെ രംഗപ്രവേശം. ഗുർപന്തങ് സിംഗ് പന്നു എന്ന് പറയുന്ന സിഖ് ഭീകരവാദിയെ കൊലപ്പെടുത്താൻ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി പദ്ധതി ഇട്ടുവെന്നും അതിന് കൊട്ടേഷൻ കൊടുത്ത് ആരെയൊക്കെയോ ഏൽപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അമേരിക്ക ഒരു ആരോപണം ഇന്ത്യക്കെതിരെ ഉന്നയിക്കുകയാണ്. നോക്കൂ, നയതന്ത്ര തലത്തിൽ പല രാജ്യങ്ങൾക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ ഈ സുഹൃത്ത് രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങൾക്കിടയിൽ പോലും ഇപ്പോൾ ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇസ്രായേലിനും ഇന്ത്യക്കും ഇടയിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിൽ ഉണ്ടാവാം, പല പ്രശ്നങ്ങളും ഉണ്ടാവാം. ഇപ്പൊ നമ്മുടെ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു ഏജൻസി റഷ്യയിലെ ഗൗരവമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അത് തീർച്ചയായും പ്രശ്നമാവുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും? നയതന്ത്ര തലത്തിൽ അത് സംസാരിച്ച് അതിന് പരിഹാരം കാണും. ഒരിക്കലും അത് പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവരില്ല. അങ്ങനെ കൊണ്ടുവന്നാൽ അതൊരു വലിയ ചർച്ചയാവുകയും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടുമെന്നുള്ള വ്യാഖ്യാനങ്ങൾ വരികയും ചെയ്യും. മാത്രമല്ല, പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പാണ് ഏത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് ഒരു ആരോപണം പരസ്യമായിട്ട് US ഉന്നയിക്കുകയാണെങ്കിൽ അമേരിക്കൻ ജനതയെയും അത് സ്വാധീനിക്കും. ഇന്ത്യയോടുള്ള മനോഭാവത്തെ അത് കാര്യമായി ബാധിക്കും. ഇന്ത്യക്ക് തിരിച്ച് അമേരിക്കയോടും ഉള്ള മനോഭാവത്തെ അത് കാര്യമായി ബാധിക്കും. അപ്പൊ ജനങ്ങൾക്കിടയിലുള്ള ആ ഒരു ബന്ധത്തിൽ വിള്ളൽ വീഴും. അപ്പൊ അതുകൊണ്ട് നയതന്ത്ര തലത്തിൽ പൊതുവെ എല്ലാവരും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഡിപ്ലോമാറ്റിക്കലി പറഞ്ഞ് സോൾവ് ചെയ്ത് ഇനി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നോർമലി ഫ്രണ്ട്സ് ആയിട്ടുള്ള രാജ്യങ്ങൾ പ്രത്യേകിച്ചും, നമുക്കറിയാവുന്ന അമേരിക്ക നമ്മുടെ സുഹൃത്താണല്ലോ. ബൈഡനും നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുഹൃത്താണെന്നാണ്. ആ നിലയ്ക്ക് ഇനി അഥവാ ഇന്ത്യയുടെ ഏജൻസിക്ക് പങ്കുണ്ടെന്ന് കരുതുക, ഗുർപന്തങ് സിംഗിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു എന്ന് കരുതുക, അയാൾ എന്തായാലും മറ്റേ ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു സമാധാനകാംക്ഷിയോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മദർ തെരേസയെ പോലെയോ മഹാത്മാഗാന്ധിയെ പോലെയോ ശ്രീബുദ്ധനെ പോലെയോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ദലൈലാമയെ പോലെയോ ഒരു സമാധാനത്തിന്റെ പ്രതീകമോ ഒന്നും അല്ലല്ലോ. എന്തായാലും ഈ പറയുന്ന ഈ ഗുർപന്തങ് സിംഗ് ഈ അടുത്തിടെ പോലും ഇന്ത്യയുടെ വിമാനത്തിൽ ബോംബ് വെച്ച് തകർക്കുമെന്ന് ഭീഷണി മുഴക്കിയ ഒരു ഭീകരവാദിയാണ്. ഇക്കാര്യം അമേരിക്കയ്ക്കും അറിയാവുന്നതാണ്. ഇനി അഥവാ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഏജൻസി അയാളെ വകവരുത്താൻ ഒരു ശ്രമം നടത്തിയാൽ തന്നെ ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിലുള്ള അമേരിക്ക നയതന്ത്ര തലത്തിൽ ആ വിഷയം ഇന്ത്യയോട് ഉന്നയിക്കുകയും ഇനി അത്തരം സംഭവങ്ങൾ ഉണ്ടാകരുത് എന്ന് വേണമെങ്കിൽ ഇന്ത്യക്ക് ഒരു താക്കീത് നൽകുകയും ചെയ്യാം. അത് ഒരു മനുഷ്യനും അറിയുകയില്ല. പക്ഷെ ഇവിടെ അമേരിക്ക എന്ത് ചെയ്തു? ഇത് പബ്ലിക് ഡൊമൈനിലേക്ക് എടുത്തിട്ടു. ഇതിലൂടെ അമേരിക്ക ആഗ്രഹിച്ചത് ഈ ടോപ്പിക്ക് ലോകം മുഴുവൻ ചർച്ച ചെയ്യണമെന്ന് മാത്രമല്ല, ട്രൂഡോ പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്ന് ആൾക്കാർ മനസ്സിലാക്കുകയും വേണം. ജസ്റ്റിൻ ട്രൂഡോ വെറുതെ പറഞ്ഞല്ല, ഞങ്ങളുടെ രാജ്യത്തും ഇതുപോലെ ഒരു ഖാലിസ്ഥാനെ കൊല്ലാൻ ഇന്ത്യയുടെ ഏജൻസി ശ്രമിച്ചു എന്നൊരു നരേറ്റീവ് സൃഷ്ടിക്കാനാണ് അവിടെ അമേരിക്ക ശ്രമിച്ചത്. അമേരിക്ക എന്ന് പറയുമ്പോൾ ഞാൻ അടിവരായിട്ട് പറയുന്നു ഡീപ് സ്റ്റേറ്റും ഡെമോക്രാറ്റുകളും എന്ന് നമ്മൾ പ്രത്യേകം അത് മനസ്സിലാക്കണം. റിപ്പബ്ലിക്കും ഡെമോക്രാറ്റും രണ്ടായിട്ട് തന്നെ നമ്മൾ കാണണം. ഡീപ് സ്റ്റേറ്റിനെതിരായിട്ടുള്ള ട്രംപിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ തീർച്ചയായും മനസ്സിലാക്കുകയും വേണം. അപ്പൊ ഇവരുടെ ഒരു അജണ്ടയായിരുന്നു അത്. പക്ഷെ അപ്പോഴും അവരുടെ കയ്യിൽ എവിഡൻസ് ഇല്ല. അമേരിക്കയുടെ CIA പോലെ ഒരു രഹസ്യാന്വേഷണ ഏജൻസി വിചാരിച്ചാൽ ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ഉണ്ടാക്കാനും ഒരു വ്യാജ പ്രതിയെ സൃഷ്ടിക്കാനും എളുപ്പത്തിൽ സാധിക്കും. സമ്പന്ന രാജ്യമായ അമേരിക്ക 10,000 കണക്കിന് ഡോളറുകൾ വാരി എറിഞ്ഞാൽ
ഏതെങ്കിലും ഒരു അയ്യോ പാവം ഇന്ത്യക്കാരനെ കിട്ടാനാണോ പ്രയാസം, ഒരു ഇന്ത്യൻ വംശജനെ? അയാൾ അങ്ങ് പറഞ്ഞാൽ പോരെ, ശരിയാണ്, ഇന്ത്യൻ ഏജൻസിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ കൊട്ടേഷൻ കൊടുത്തു എന്ന് അയാൾ ഒരു സ്റ്റേറ്റ്മെന്റും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തെളിവായി. CIA വിചാരിച്ചാൽ ഇതിനപ്പുറം നടക്കുമെന്ന് ആർക്കാണ് അറിയാത്തത്? ഏതോ ഒരു രാജ്യത്തിരുന്ന ഒരു ഇന്ത്യക്കാരൻ അമേരിക്കയിലുള്ള ഒരാളെ ഇന്ത്യൻ ഏജൻസിയുടെ നിർദ്ദേശപ്രകാരം കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലോട്ടാണ് അവർ സൃഷ്ടിച്ചത്. അപ്പൊ അത് തന്നെ വ്യാജമാണോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അത് റിയൽ ആണെങ്കിൽ പോലും അത് പബ്ലിക്കിൽ കൊണ്ടുവന്നത് കൊണ്ട് അമേരിക്കയുടെ ഉദ്ദേശം കാനഡയെ സഹായിക്കുക എന്നത് മാത്രമായിരുന്നു. സമാനമായ രീതിയിൽ ഇപ്പോൾ മെറ്റയ്ക്കെതിരായിട്ട് ഇന്ത്യയിൽ ഒരു ആക്ഷൻ ഉണ്ടായപ്പോൾ ഇവർ ആരെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള അദാനിയെ. അദാനി എന്റർപ്രൈസസിന് അതിന്റെ വലിയ തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അദാനിക്ക് അറസ്റ്റ് വാറന്റ് വന്നതോടെ കമ്പനിയുടെ പ്രധാനപ്പെട്ട നമ്മളെ ഓഹരികൾ നോക്കിയാൽ അദാനി എന്റർപ്രൈസസിന് 10% ഇടിഞ്ഞു, അദാനി എനർജി സൊല്യൂഷൻസ് 20% ഇടിഞ്ഞു, അദാനി ഗ്രീൻ എനർജി 18.5% ഇടിഞ്ഞു, അദാനി പവർ 15.8% ഇടിഞ്ഞു, അദാനി ടോട്ടൽ ഗ്യാസ് 18.15% ഇടിഞ്ഞു, അംബുജ സിമന്റ് 15% ഇടിഞ്ഞു, അദാനി പോർട്സ് 10% ഓഹരി ഇടിഞ്ഞു, അദാനി വിൽമർ 8.3% ഇടിഞ്ഞു, ACC 12% ഇടിഞ്ഞു, അതുപോലെ NDTV 10% നിലംപൊത്തി. അപ്പോ അവരുടെ ഉദ്ദേശം കൃത്യമായി നടന്നു. മെറ്റയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഡീപ് സ്റ്റേറ്റിന്റെ നീക്കങ്ങളുടെ ഭാഗമാണിത്. എന്തുകൊണ്ട് മെറ്റയെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നു? മെറ്റയിലൂടെ അമേരിക്കയുടെ അജണ്ട ലോകം മുഴുവൻ നടപ്പിലാക്കാൻ കഴിയും. കാരണം ലോകത്തെ ഏറ്റവും അധികം ആൾക്കാർ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എല്ലാം തന്നെ മെറ്റയുടെ കീഴിലാണ്. അത് ഫേസ്ബുക്ക് ആണ്, അത് ഇൻസ്റ്റഗ്രാം ആണ്, അത് വാട്സപ്പ് ആണ്. ഈ മൂന്നുമാണ് ലോകത്തെ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അമേരിക്കക്കാർ മാത്രമല്ല, ഇന്ത്യക്കാർ മാത്രമല്ല, യൂറോപ്യൻസ്, ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾ, ഏതാനും ചില രാജ്യങ്ങളിൽ മാത്രമാണ് ഇതിന് നിരോധനമുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഒരു അജണ്ട സെറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായും അമേരിക്കയ്ക്ക് എളുപ്പത്തിൽ സാധിക്കും. അതുകൊണ്ട് തന്നെ മെറ്റയില് ഡീപ് സ്റ്റേറ്റ് പിടിമുറുക്കുക സ്വാഭാവികമാണ്. അവരുടെ അജണ്ട സെറ്റ് ചെയ്യാനായിട്ട്, അവരുടെ നരേറ്റീവ് സൃഷ്ടിക്കാനായിട്ട് ഓരോ സന്ദർഭങ്ങളിലും, ഇപ്പോൾ ഒരു രാജ്യത്ത് ഇലക്ഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഒരു സംഭവം നടക്കുമ്പോൾ, ജിയോ പൊളിറ്റിക്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ, അപ്പോഴൊക്കെ അമേരിക്കയ്ക്ക് അനുകൂലമായ അല്ലെങ്കിൽ അമേരിക്ക ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്യാനായിട്ട് ഡീപ് സ്റ്റേറ്റ് മെറ്റ പോലുള്ള പ്ലാറ്റ്ഫോംസിനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ അത്തരം കമ്പനികളെ ഉപയോഗിക്കും. അവർക്കെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ പകരം നിങ്ങൾ ഞങ്ങളുടെ കമ്പനിയെ തൊട്ടാൽ നിങ്ങളുടെ കമ്പനിയെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം, കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അദാനിക്കെതിരായിട്ടുള്ള ഈ നീക്കം. ഇനി എന്താണ് ഇവരുടെ കൃത്യമായിട്ടുള്ള ആരോപണം? ഗ്രീൻ എനർജിക്കും മറ്റൊരു സ്ഥാപനത്തിനും 12 ഗിഗാവാട്ടിന്റെ സൗരോർജ പദ്ധതി കരാർ ലഭിക്കാൻ അദാനി ഗ്രൂപ്പ് ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് $250 മില്യൺ, അതായത് 2100 കോടി രൂപ കൈക്കൂലി കൊടുത്തുവെന്നാണ് US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ നൽകിയ കുറ്റപത്ര പ്രകാരമെടുത്ത കേസിൽ ആരോപിക്കുന്നത്. ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം പച്ചക്കള്ളമാണെന്ന്. അദാനി ഗ്രൂപ്പിന് എന്തെങ്കിലും ഒരു ബിസിനസ് പരമായിട്ടുള്ള ഒരു കാര്യം നേടണമെന്നുണ്ടെങ്കിൽ കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇന്ത്യയിലില്ല. നേരായ വഴിയിലൂടെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ സഹായത്തോടെ ചെയ്യാം. കാരണം അദാനിയെയും അംബാനിയെയും മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ സംരംഭകരെയും സഹായിക്കുന്ന നീക്കങ്ങളാണ് ഇന്ന് BJP ഗവൺമെന്റ് ഫോളോ ചെയ്യുന്നത്. കാരണം ബിസിനസ് വളർന്നാലേ രാജ്യം വളരുമെന്ന് അവർക്കറിയാം. നേരായ വഴിയിലൂടെയുള്ള ഒരു കാര്യത്തിനും കൈക്കൂലി കൊടുക്കേണ്ട ഒരു കാര്യവും അദാനി ഗ്രൂപ്പിനില്ല. വിശേഷിച്ച് ഓൾറെഡി ഉള്ള ആരോപണം നമുക്കറിയാം, ഈ പറയുന്ന മോദിയുമായിട്ട് അടുത്ത സൗഹൃദമുള്ള ആളാണ് അദാനി എന്നുള്ളത്. ആ അദാനി ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് ഏതാനും ചില കരാറുകൾ ലഭിക്കാൻ 2100 കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർ പോലും അത് വിശ്വസിക്കില്ല. പക്ഷേ ഈ ആരോപണം ഇപ്പോൾ കൊണ്ടുവന്നതിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്താണ്? നമ്മൾ മെറ്റയ്ക്ക് നേരെ നടപ്പിലാക്കിയ അല്ലെങ്കിൽ ഇപ്പോൾ എടുത്ത അവർക്ക് നേരെയുള്ള നടപടി പിൻവലിക്കണം. അദാനിക്ക് മാത്രമായിട്ടല്ല, അത് അദ്ദേഹത്തിന്റെ അനന്തരവനായിട്ടുള്ള സാഗർ അദാനിക്കുമെതിരെ നടപടി ഉണ്ടെന്നാണ് സൂചന. കള്ളം പറഞ്ഞ് US നിക്ഷേപകരിൽ നിന്ന് രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും അദാനി ഗ്രൂപ്പ് ശതകോടികളുടെ നിക്ഷേപം സമാഹരിച്ചുവെന്നും കൈക്കൂലി കൊടുത്തത് വഴി കിട്ടുന്ന കരാറിലൂടെ 2 ദശാബ്ദത്തിനകം $200 കോടി ലാഭം അദാനി ഗ്രൂപ്പ് ഉന്നമിട്ടു എന്നുമൊക്കെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. പച്ചക്കള്ളങ്ങളാണെന്ന് നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ ഉദ്ദേശം നേരത്തെ പറഞ്ഞതാണ്. അദാനിയെ വളരെ മുമ്പ് തന്നെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇനിയിപ്പോൾ പാർലമെന്റ് സമ്മേളനം നടക്കാനിരിക്കെ പ്രതിപക്ഷത്തിനും അടിക്കാൻ ഒരു വടിയായിട്ട് കൂടി ഇതെടുത്ത് കൈ കൊടുത്താണ്. പോണ പോക്കിൽ നമ്മുടെ ഡീപ് സ്റ്റേറ്റിന്റെയും ബൈഡന്റെയും വക ഇന്ത്യക്കിട്ടൊരു കൊട്ട്.
അതാണിത്. എന്തായാലും ഇന്ത്യ തീർച്ചയായിട്ടും ഇത്തരം പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദാനി ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ബിസിനസ്സുകാര് ഇന്ത്യയുടെ വളർച്ചയിൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇവരാരും സമ്പാദിച്ച് നമുക്ക് കൊണ്ട് തരുന്നതുകൊണ്ടല്ല. ഇവര് കാരണം ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ ഉണ്ടായാൽ, ഇവര് കാരണം പുതിയ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടായാൽ, ഇവരുടെ വളർച്ചയിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ യുവാക്കൾ ബിസിനസ്സിലേക്ക് വരികയും സക്സസ് ആവുകയും ചെയ്താൽ പോലും അത് രാജ്യത്തിന് ഗുണമാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്സിനകത്തുള്ള പല സ്ട്രാറ്റജിക്കലി ഉള്ള തീരുമാനങ്ങൾക്കും അല്ലെങ്കിൽ നീക്കങ്ങൾക്കും ഇവരുടെയൊക്കെ പങ്ക് വളരെ വലുതാണ്. ഉദാഹരണത്തിന് ഇന്ത്യൻ ഗവൺമെന്റിന് നേരിട്ട് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും, ഇപ്പോൾ ഒരു രാജ്യത്തിന്റെ പോർട്ട് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ അവിടുത്തെ വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ഏറ്റെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇത്തരം സമ്പന്നരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്വാധീനം അവിടെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. എന്തായാലും അദാനിക്കെതിരെയുള്ള യുഎസിന്റെ നീക്കം വളരെ മുമ്പേ തുടങ്ങിയതാണ്. ഹിൻഡൻബർഗ് പോലും വ്യാജമാണെന്ന് ഇപ്പോൾ തെളിയുന്ന ഒരു സാഹചര്യമാണ് ഇത്തരം ഇവരുടെ തുടർച്ചയായിട്ടുള്ള ടാർഗറ്റിങ്ങിലൂടെ മനസ്സിലാവുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.